തെക്കൻ സിറിയയിൽ ക്രൈസ്തവ ദേവാലയത്തിന് നേരെ തീവ്രവാദി ആക്രമണം. സ്വീഡനിലെ മാർ മൈക്കിൾ ദേവാലയമാണ് തീവ്രവാദികൾ നശിപ്പിക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തത്. തുടർച്ചയായ സായുധ സംഘർഷങ്ങളിൽ ഭീതിയിലാണ് സിറിയയിലെ ക്രൈസ്തവ സമൂഹം. തെക്കൻ സിറിയയിൽ വർദ്ധിച്ചുവരുന്ന സായുധ ഏറ്റുമുട്ടലുകൾക്കിടയിൽ സ്വീഡ പ്രവിശ്യയിലെ അൽസൂറ അൽകുബ്ര ഗ്രാമത്തിൽ സെന്റ് മൈക്കിൾ ക്രൈസ്തവ ദേവാലയത്തിന് നേരെ തീവ്രവാദി സംഘത്തിന്റെ ആക്രമണം. ജൂലൈ 15 നടന്ന ആക്രമണത്തിൽ ദേവാലയത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളിൽ ദേവാലയത്തിലെ വിശുദ്ധ കുരിശും അരുളിക്കയും അൾത്താരയിൽ ഉപയോഗിക്കുന്ന മറ്റ് വിശുദ്ധ വസ്തുക്കളും അശുദ്ധമാക്കുകയും സാരമായ കേടുപാടുകൾ സൃഷ്ടിച്ചതായും കാണാം. അക്രമികൾ അൾത്താരയിലെ തുണികൾ കീറുകയും സീലിംഗിലും ചുവരിലും തീയിടുകയും ചെയ്തു. അഗ്നിയിൽ മുകളിലെ ഐക്കണുകളും അൾത്താരയ്ക്ക് മുകളിൽ മധ്യത്തിലായി സ്ഥാപിച്ചിരിക്കുന്ന കുരിശും നശിപ്പിക്കപ്പെട്ടു. ഈ പ്രദേശം നിരവധിയായ ഏറ്റുമുട്ടലുകൾക്ക് വേദിയായ ഇടമാണ്. ഇത്തരം സായുധ സംഘർഷങ്ങൾ നിരവധി കുടുംബങ്ങളെ പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കി. ചിലർ സുരക്ഷയ്ക്കായി പള്ളിയിൽ അഭയം തേടുന്നു. അടുത്തിടെ ജൂലൈ 14 സമാനമായ ആക്രമണ ശ്രമം നടന്നിരുന്നു. സിറിയയിലെ ടാർട്ടസിലെ അൽഗൊയ്ബത്ത് ഗ്രാമത്തിലെ മാർ ഏലിയാസ് മാരണേറ്റ് ദേവാലയത്തിൽ ബോംബ് വയ്ക്കാനുള്ള ശ്രമം സുരക്ഷാസേന തടഞ്ഞു. ഏകദേശം 20 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാർ ബോംബ് സ്ഫോടനത്തിന് പദ്ധതിയിട്ട 3 പേരെ അറസ്റ്റ് ചെയ്തു. സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ദേവാലയത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഒരു പഴയ കാർ നാട്ടുകാർ ശ്രദ്ധിക്കുകയും അതിൽ സംശയം തോന്നിയ അവർ അധികൃതരെ വിവരമറിയിച്ചുവെന്നും മാർ ഏലിയാസ് ഇടവകയിലെ പാസ്റ്ററായ മോൺസിനോർ ജിഹാദ് നാസിഫ് വിശദീകരിച്ചു. തുടർന്ന് പോലീസിന്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് വലിയ അപകടം തടയാൻ സാധിച്ചുവെന്നും പാസ്റ്റർ വ്യക്തമാക്കി. എന്നാൽ ഈ സംഭവത്തിന് 10 ദിവസം മുമ്പ് പ്രദേശത്തെ ദേവാലയത്തിലും കടകളിലും ക്രൈസ്തവരെ കൊല്ലാനും അവരുടെ ദേവാലയങ്ങൾ കത്തിക്കാനും ആഹ്വാനം ചെയ്യുന്ന ലഘുലേഖകൾ ഒട്ടിച്ച സംഭവവും നടന്നിരുന്നു. ഇത്തരത്തിൽ തുടർച്ചയായ സായുധ സംഘർഷങ്ങളിൽ ഭീതിയിലാണ് സിറിയയിലെ ക്രൈസ്തവ സമൂഹം. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.